ഏരിചാടി പോകുമ്പോൾ അതിൽ നിന്ന് ആ കൽബിനെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കുന്നില്ല. ഇതിന്റെ അറിവാണ് ത്വരീഖത്തിന്റെ മശായിഖന്മാർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള പരിശുദ്ധ കലിമയുടെ അറിവിലൂടെ നമ്മുടെ കൽബിന് അടക്കം ലഭിക്കുന്ന അറിവുകളാണ് അവർ നമുക്ക് നൽകുന്നത്. അറിവാണ് ത്വരീഖത്ത്. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ കേവലം ദിക്റുകൾ ഉരുവിടുന്നതിന്റെ പേരല്ല. തന്റെ കൽബിനെ ശുദ്ധീകരിച്ച് തന്റെ കൽബിനെ വൃത്തിയാക്കി കൽബിലുള്ള അഴുക്കുകളെ ശുദ്ധീകരിക്കുന്നതിന്റെ ഇൽമിന്റെ പേരാണ്, ഈ അറിവിന്റെ സമാഹാരമാണ് ത്വരീഖത്ത്. ഈ ഇൽമ പകർന്നു നൽകുന്ന ആളുകളാണ് മശായിഖന്മാർ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ. നാം കേട്ടിട്ടുണ്ടല്ലോ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു വഹാനവറുകൾ ഇവിടെ ചെയ്ത പ്രവർത്തനം എന്താണ്? അജ്മീർ ഖാജ റളിയല്ലാഹു തആല അൻഹു ഇവിടെ ചെയ്ത പ്രവർത്തനം എന്താണ്? വമ്പറം സയ്യിദ് അലവി തങ്ങൾ റളിയല്ലാഹു തആല അൻഹു ഇവിടെ ചെയ്ത പ്രവർത്തനം എന്താണ്? സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയ മഹാന്മാരായ ഔലിയാക്കൾ നാളിതുവരെ ചെയ്തു പോന്ന പ്രവർത്തനം അള്ളാഹുവിന്റെ അടിമകളുടെ കൽബുകളെ ശുദ്ധീകരിച്ച് അവരെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുക എന്ന പ്രവർത്തനമാണ്. ആ പ്രവർത്തനം നിലച്ചിട്ടില്ല, അതിന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗൗസുൽ ആലം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അതേ പരമ്പരയിൽപ്പെട്ട അവിടുത്തെ 21ാമത് പൗത്രർ കേരളത്തിലേക്ക് വന്നപ്പോൾ 1951 കേരളത്തിൽ ഇവിടെ വടകര ബുസ്താനുൽ ഉലൂം മദ്രസയുടെ വാർഷിക സമ്മേളനത്തിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ കാലഘട്ടത്തിലുള്ള ഉഹ്റവിയായ ഉന്നതരായിരിക്കുന്ന പണ്ഡിതന്മാർ, സദാത്യങ്ങൾ, ബാഫഖിതങ്ങളെ പോലെയുള്ള പൂക്കോയത്തങ്ങളെ പോലെയുള്ള ആ ഉന്നതരായിരിക്കുന്ന സദാത്യങ്ങൾ അവർ ക്ഷണിച്ചു വരുത്തി നൂരിശാ തങ്ങളെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. അവരിവിടെ പ്രചരിപ്പിച്ചത് ഈ തൗഹീദിന്റെ, ഈ ആത്മജ്ഞാനത്തിന്റെ, ഈ കൽബിനെ ശുദ്ധീകരിക്കുന്നതിന്റെ അതിന്റെ അറിവുകളാണ് അവർ ഇവിടെ പ്രചരിപ്പിച്ചത്. അറിവ് പകർന്നു കൊടുക്കുക, അതിലപ്പുറം അതിന്റെ പ്രയോക്താക്കളും വക്താക്കളും ഒക്കെ ആക്കി മാറ്റി ആയിരങ്ങളെ ഈ വഴിയിലൂടെ സഞ്ചരിപ്പിച്ച മഹാനാണ് നൂറുൽ മശായിഖ് സയ്യിദ് നൂരിശാ തങ്ങൾ. നൂരിശാ തങ്ങളുടെ ആ പ്രവർത്തനം ഇന്നും അവരുടെ ആ വിസാലിന് ശേഷം, അവർ അല്ലാഹുവിലേക്ക് യാത്രയായതിനു ശേഷം അവരുടെ പിൻഗാമികളിലൂടെ ആരിഫുദ്ദീൻ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവർകളിലൂടെ ഇന്നും ശൈഖുനാ നൂരിശാ സാനി തങ്ങളിലൂടെ അതിന്നും പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും 40ഓളം രാഷ്ട്രങ്ങളിൽ ഈ പ്രവർത്തനം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഈ ആത്മീയ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ശൈഖുനാ നൂരിശാ സാനി തങ്ങൾ ശംസുൽ മശായിഖ് മഹാനവറുകളാണ് ഈ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഇതാ നമ്മുടെ തൊട്ടടുത്ത കൊണ്ടോട്ടിയിൽ വരുന്നത്. ഓരോ വർഷവും അവർ ഇവിടെ വരാറുണ്ട്. ഈ നാട്ടിലെ ആളുകൾ അവിടെ പങ്കെടുക്കാറുണ്ട്. കഴിഞ്ഞ വർഷം മസ്ജിദുൽ ആരിഫിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ആ ത്വരീഖത്ത് സമ്മേളനത്തിൽ പങ്കെടുത്തവരാണ്. ഇങ്ങനെ ഓരോ വർഷവും പങ്കെടുക്കുന്നവരാണ് ഈ നാട്ടുകാർ എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് ഈ ദിവസത്തെ പ്രോഗ്രാം. ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളും, ഈ നാട്ടിലെ മുഴുവൻ സഹോദരി സഹോദരന്മാരും പ്രസ്തുത പരിപാടിയിൽ പങ്കെടുത്ത് നമ്മുടെ ആത്മാവിന്റെ ആ ഒരു ഉള്ളറകളിലേക്കുള്ള യാത്ര, നമ്മുടെ കൽബിനെ ശുദ്ധീകരിക്കുന്ന യാത്രയിലേക്ക് നാം മുഴുകി നമ്മുടെ ജീവിതത്തിൽ സമാധാനം ലഭിക്കാൻ, നിസ്കാരത്തിൽ ഹൃദയ സാന്നിധ്യം ലഭിക്കാൻ, അള്ളാഹുമായിട്ടുള്ള ബന്ധത്തോടെ ഇബാദത്തുകൾ നിർവഹിക്കാൻ, അങ്ങനെ ഇബാദത്തിലൂടെ അല്ലാഹു തആല എന്തൊന്നാണ് ലക്ഷ്യമാക്കിയത് ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഉന്നതമായ പ്രവർത്തനമാണ് ഈ മശായിഖന്മാർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രസ്തുത പരിപാടിയിൽ പങ്കെടുത്ത് ആ 2 ദിവസം അതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അത് അനുഭവിക്കാൻ സാധിക്കും. ഇത് നമ്മുടെ കൽബുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇത് ഏതെങ്കിലും സംഘടനയിലേക്കോ ഏതെങ്കിലും പാർട്ടിയിലേക്കോ അല്ല ഞങ്ങൾ ക്ഷണിക്കുന്നത്. ദാഇയൻ ഇലല്ലാഹ്, അല്ലാഹുവിലേക്കുള്ള ക്ഷണം, അല്ലാഹുമായിട്ടുള്ള ബന്ധം നമുക്ക് ലഭിക്കണോ അതിനുള്ള മാർഗം അല്ലാഹുവിന്റെ ഔലിയാക്കളെ പിടിക്കുക എന്നതാണ്. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർ ഈ അവസ്ഥയിലൂടെ മുന്നേറിയവരാണ്, അല്ലാഹുമായിട്ടുള്ള ബന്ധത്തിലൂടെ ജീവിച്ചവരാണ്. ആ അവസ്ഥയിലേക്ക് ആയിരങ്ങളെ ഇന്നും പരിവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ കൈപിടിച്ച് അവരുടെ ശിഷ്യത്വം സ്വീകരിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോരുത്തർക്കും ഈ ഉന്നതമായ ദീനിന്റെ മധുരം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. നമുക്ക് ദീനിന്ന് ഭാരമായിട്ടുണ്ടെങ്കിൽ, ദീനിന്ന് കൈപ്പായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ കൽബ് പങ്കെടുക്കാത്തതാണ്, നമ്മുടെ ആത്മാവ് പങ്കെടുക്കാത്തതാണ്. ഇങ്ങനെ നമ്മുടെ ശരീരത്തോടൊപ്പം നമ്മുടെ കൽബിനെയും നമ്മുടെ റൂഹിനെയും അല്ലാഹു തആല താല്പര്യത്തിലാക്കുന്ന ഉന്നതമായ വിജ്ഞാനത്തിന്റെ സാഗരമാണ് ത്വരീഖത്തിന്റെ മശായിഖന്മാർ നൽകിക്കൊണ്ടിരിക്കുന്ന അറിവുകൾ. വരൂ സഹോദരങ്ങളെ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും പ്രസ്തുത പരിപാടിയിൽ സംബന്ധിച്ച് നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള അവസരം നാം ഉപയോഗപ്പെടുത്തുക. ഇത് നമ്മുടെ കാര്യമാണ്. നമ്മൾ ഖബറിലേക്ക് ചെന്നാൽ നമുക്ക് സംഘടനാ നേതാക്കൾ ഉണ്ടാവില്ല, മറ്റാളുകൾ ഉണ്ടാവില്ല. മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ സമയത്ത് റബ്ബി അല്ലാഹ്
എന്നുള്ള സമാധാനം നമ്മുടെ കൽബിൽ ലഭിച്ചാലല്ലാതെ ഖബറിൽ ഉത്തരം നൽകാൻ സാധിക്കുകയില്ല. ഈ ഉന്നതമായ ശാശ്വതമായ സമാധാനത്തിലേക്കാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഒരിക്കൽ കൂടി പ്രസ്തുത പരിപാടിയിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ക്ഷണിച്ചു കൊള്ളുന്നു. ഈ വരുന്ന വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കൊണ്ടോട്ടിയിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടക്കുന്ന ത്വരീഖത്ത് സമ്മേളനത്തിലേക്കും പകൽ സമയത്ത് കാങ്കാഹനൂരിയയിൽ വെച്ച് നടക്കുന്ന ആ കൊടിമരത്തിന് സമീപത്തുള്ള കാങ്കാഹനൂരിയയിൽ വെച്ച് നടക്കുന്ന ആത്മീയ തർബിയത്ത് ക്യാമ്പിലേക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.